വെൽക്കം ടു PSC സഹചാരി. 2025 ജനുവരി 11 നടന്ന 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലെ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 8 വീഡിയോ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. അപ്പം നമുക്കറിയാം, തലച്ചോറിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിനും ഓക്സിറ്റോക്സിനും. വാസോപ്രസിൻ്റെ ഒരു പ്രധാന ധർമ്മമാണ് എന്ത്? വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം. വാസോപ്രസിൻ്റെ മറ്റൊരു പേരാണ് ADH. ADHൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. ഓക്സിറ്റോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ്. അതിൻ്റെ ധർമ്മം എന്താണ്? ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് സഹായിക്കുക, അതേപോലെ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുക. വാസോപ്രസിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇതുമൂലം മൂത്രത്തിലൂടെ അമിതജലം നഷ്ടപ്പെടുന്നുണ്ട്. ഇൻസുലിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം. ശരീരത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. ആഗ്നേയഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റാ കോശമാണ്. ഇതിൻ്റെ ധർമ്മമാണ് ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക എന്നത്. ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഫ കോശങ്ങളാണ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ഇതിൻ്റെ ധർമ്മം. അടുത്തതാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്രിട്ടനിസം. മുതിർന്നവരിൽ ഇത് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. തൈറോക്സിൻ എന്ന ഹോർമോൺ കൂടിയാൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. അയഡിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സിമ്പിൾ ഗോയിറ്റർ. അടുത്തത്, അഡ്രിനാൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. ഇതിൻ്റെ ധർമ്മം എന്താണ്? 2 ധർമ്മങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ, ശരീരത്തിലെ ജലത്തിൻ്റെയും ലവണത്തിൻ്റെയും തുലനനില നിയന്ത്രിക്കുക. സെക്കൻഡ് വൺ, ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഹിർസ്രാവി ഗ്രന്ഥിയാണ് കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഇത് മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നുണ്ട്. പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിനാണ്. മനുഷ്യൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിപ്പോയാൽ ഭീമാകാരത്വം എന്ന അവസ്ഥ ഉണ്ടാകുന്നു. എന്നാൽ ഈ വളർച്ചാ കാലഘട്ടത്തിൽ തന്നെ സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് വാമനത്വം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് വളർച്ചാ കാലഘട്ടത്തിന് ശേഷമാണ് കൂടുന്നതെങ്കിൽ അത് അക്രോമെഗലി എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. അക്രോമെഗലി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. യുവത്വ ഹോർമോൺ, ജുവനൈൽ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് തൈമോസിനാണ്. പീനിയൽ ഗ്രന്ഥി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജൈവഘടികാരം. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് മെലാട്ടോണിൻ. ഇത് ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് സെറാട്ടോണിൻ. നമ്മുടെ സന്തോഷത്തിനൊക്കെ കാരണമാകുന്ന ഒരു ഹോർമോണാണിത്.
72ാമത്തെ ക്വസ്റ്റ്യൻ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നോക്കാം. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പോൾ താഴെ കുറച്ച് ബാക്ടീരിയ രോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കുഷ്ഠം, ക്ഷയം, ടൈഫോയിഡ്, ടെറ്റനസ്, എലിപ്പനി, സിഫിലിസ്, ആന്ത്രാക്സ്, പ്ലാഗ്, ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്, ഗൊണേറിയ, പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ, ബോട്ടുലിസം അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ, ന്യൂമോണിയ, കോളറ. ഫംഗസ് രോഗങ്ങളാണ് താരൻ, റിംഗ്വേം അല്ലെങ്കിൽ വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫുട്ട്. പ്രോട്ടോസോവ രോഗങ്ങളാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ, വിര പരത്തുന്നതാണ് മന്ത്. വൈറസ് രോഗങ്ങളാണ് പോളിയോ മൈലറ്റിസ്, പേ വിഷബാധ, പകർച്ചപ്പനി, ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ, അഞ്ചാം പനി അല്ലെങ്കിൽ മീസിൽസ്, ഡെങ്കിപ്പനി, കുരങ്ങുപനി, പന്നിപ്പനി, പക്ഷിപ്പനി, മുണ്ടിനീര് അല്ലെങ്കിൽ മംസ്, സാർസ്, ജലദോഷം, അരിമ്പാറ, റുബെല്ല, വസൂരി, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ. 73ാമത്തെ ക്വസ്റ്റ്യൻ, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. അപ്പം മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത് കൂൺ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ്. സെറികൾച്ചർ പട്ടുനൂൽ കൃഷി, വെർമി കൾച്ചർ മണ്ണിര കൃഷിയാണ്, പിസി കൾച്ചർ മീൻ വളർത്തൽ, വിറ്റി കൾച്ചർ മുന്തിരി കൃഷി, മോറി കൾച്ചർ മൾബറി കൃഷി, എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ, എവി കൾച്ചർ പക്ഷികളെ വളർത്തുന്നതാണ്, സിൽവി കൾച്ചർ വനപരിപാലനം, ഹോർട്ടികൾച്ചർ പഴം പച്ചക്കറി, ഒലേറി കൾച്ചർ പച്ചക്കറി കൃഷി, ഫ്ലോറി കൾച്ചർ പൂക്കൾ അലങ്കാര സസ്യം, മാരി കൾച്ചർ സമുദ്ര വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. അപ്പോൾ ഇതൊരു SCERT ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് ആ SCERTയിലുള്ള ആ ഒരു ടേബിൾ ഒന്ന് നോക്കാം. 3 കോളങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സന്ധി, ശരീരഭാഗം, പ്രത്യേകത. അപ്പോൾ സന്ധിയിൽ വരുന്നതാണ് ഗോളര സന്ധി. ശരീരഭാഗം ഏതാണ്? തോളെല്ല് സന്ധി, ഇടുപ്പെല്ല് സന്ധി. പ്രത്യേകത, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. നെക്സ്റ്റ് വിജാഗിരി സന്ധി, കൈമുട്ട്, കാൽമുട്ട് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. കീലരസന്ധി, കഴുത്ത് തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന സ്ഥലമാണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഇതാണ് പ്രത്യേകത വരുന്നത്. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. അപ്പോൾ ഇതും ഒരു SCERT ഫാക്റ്റാണ്. ന്യൂറോണിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ന്യൂറോണിൻ്റെ ഒരു പിക്ചറാണ്, ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷാൻ കോശം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീന് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് എഴുതി വെക്കുക, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ ബീജസംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഒവ്യൂൾ വിത്താകുന്നു. ഒരു പൂവിൽ
ഒരു പൂവിലുള്ള പെൺലിംഗാവയവത്തെ ജനിപുടമെന്നും ആൺലിംഗാവയവത്തെ കേസരീപുടമെന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ പുംബീജവും അണ്ഡവും കൂടിച്ചേർന്നാണ് സിക്താണ്ഡം എന്ന കോശമുണ്ടാകുന്നത്. ഭ്രൂണം പറ്റിപ്പിടിച്ചു വളരുന്ന ഗർഭാശയ ഭിത്തിയുടെ ഭാഗമാണ് എൻഡോമെട്രിയം. മനുഷ്യന് 23 ജോഡി ക്രോമസോമുകളാണുള്ളത്, അല്ലെങ്കിൽ 46 എണ്ണം പറയുന്ന സമയത്ത് 46 എണ്ണം ക്രോമസോമുകളാണ് ഉള്ളത്. അതിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോം എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി 2 എണ്ണത്തെ ലിംഗ ക്രോമസോം എന്നാണ് അറിയപ്പെടുന്നത്. ഈ 2 ലിംഗ ക്രോമസോമുകളാണ് എക്സും വൈയും. അതിൽ പുരുഷന്മാരിൽ കാണപ്പെടുന്ന ലിംഗ ക്രോമസോമുകളാണ് എക്സും വൈയും. സ്ത്രീകളിൽ കാണപ്പെടുന്ന ലിംഗ ക്രോമസോമുകളാണ് എക്സും എക്സും. 77ാമത്തെ ക്വസ്റ്റ്യൻ, എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. അപ്പോൾ താഴെ കുറച്ച് എക്സിറ്റു കൺസർവേഷനും ഇൻസിറ്റു കൺസർവേഷനാണ് കൊടുത്തത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തത്. അപ്പോൾ നമുക്കറിയാം, ഈ ജീവജാലങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനെ എക്സിറ്റു കൺസർവേഷൻ എന്നും ജീവജാലങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെ സംരക്ഷിക്കുന്നതിനെ ഇൻസിറ്റു കൺസർവേഷൻ എന്നാണ് പറയുന്നത്. ഇതിൽ എക്സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾസ് ആണ് സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾസ് ആണ് വന്യജീവി സങ്കേതം, ദേശീയ ഉദ്യാനം, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കാവുകളുള്ളത് ആലപ്പുഴയിലാണ്. കേരളത്തിൽ 2 ബൊട്ടാണിക്കൽ ഗാർഡനുകളാണുള്ളത്. ഒന്ന് കോഴിക്കോട് ഒളവണ്ണയും മറ്റൊന്ന് തിരുവനന്തപുരം പാലോടുള്ള ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡനുമാണ്. കേരളത്തിൽ ഒരേ ഒരു ജീൻ ബാങ്ക് ആണുള്ളത്. അതാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. അതിൽ 18ാമതായിട്ട് വന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. ഇത് മലപ്പുറം ജില്ലയിൽ 2020 വരുന്നത്. കേരളത്തിൽ 5 ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്. ഒരു കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്. അത് നമുക്കറിയാം, കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ്. ഇന്ത്യയിൽ 18 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. നീലഗിരി ബയോസ്ഫിയർ റിസർവാണ് ആദ്യമായിട്ട് വന്നത്. ഇത് 1986 വരുന്നത്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് വന്നത് 2001. കേരളത്തിൽ 2 കടുവ സങ്കേതങ്ങളാണുള്ളത്. ഒന്ന് പെരിയാർ ടൈഗർ റിസർവ്, കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 10ാമത്തെയും കടുവ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. 1978 പെരിയാർ നിലവിൽ വരുന്നത്. കേരളത്തിലെ 2ാമത്തെയും ഇന്ത്യയിലെ 38ാമത്തെയും കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. ഇന്ത്യയിൽ 4 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. പശ്ചിമഘട്ടം, ഇന്തോ ബർമ മേഖല, വടക്ക് കിഴക്കൻ ഹിമാലയം, സുൻഡാലാൻഡ്. 78ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പോൾ കോശാംഗങ്ങളും അവയുടെ പ്രത്യേകതയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നു. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നുണ്ട്. കരള്, തലച്ചോറ് തുടങ്ങിയ ഭാഗങ്ങളിലാണിത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ ഇതിനെ കോശാസ്ഥികൂടമെന്ന് വിളിക്കുന്നു. അടുത്തതാണ് റൈബോസോം. മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശാസ്ഥികൂടത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ ഇത് കാണപ്പെടുന്നുണ്ട്. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ ഇവയെല്ലാം ശേഖരിച്ചു വയ്ക്കുന്നത് എവിടെയാണ്?
ഫേനത്തിലാണ്. ഫേനത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗമാണ് ടോണോപ്ലാസ്റ്റ്. അടുത്തതാണ് ഗോൾഗി ബോഡികൾ. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥി കോശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 79ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഓപ്ഷൻ ബി ഗ്ലോബുലിനാണ്. അപ്പോൾ നമുക്കറിയാം പ്ലാസ്മ പ്രോട്ടീനുകൾ 3 എണ്ണമാണുള്ളത്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഈ ബ്ലഡ് പ്രഷർ ക്രമീകരിക്കുക എന്നതാണ് ആൽബുമിൻ്റെ ധർമ്മം. ഗ്ലോബുലിൻ്റെ ധർമ്മം എന്താണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഒരു ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ഒരിതുണ്ട്. ആ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേശിയിൽ ഉപാപചയം നടക്കുന്നതിൻ്റെ ഭാഗമായി പുറത്തു വരുന്ന ഒരു വിസർജ്യ വസ്തുവാണ് ക്രിയാറ്റിനിൻ. വൃക്കയിൽ വെച്ചാണ് ഇത് നീക്കം ചെയ്യപ്പെടുന്നത്. വൃക്കയിൽ വെച്ചാണ്. അടുത്തത്, സസ്യത്തിൻ്റെ കോശഭിത്തിക്ക് ദൃഢത നൽകുന്ന രാസവസ്തുക്കളാണ് ലിഗ്നിൻ, ക്യൂട്ടിൻ, അതേപോലെ സൂബറിൻ. കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കളെ തടയുന്ന പോളിസാക്കറൈഡാണ് കാലോസ്. പേശീകോശങ്ങളിൽ കാണപ്പെടുന്ന 2 തരം പ്രോട്ടീനുകളാണ് ആക്റ്റിനും മയോസിനും. ഈ പാലിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഏത്? കേസിൻ. പിന്നെ കരളിൽ നിർമ്മിക്കുന്ന പ്രോട്ടീനാണ് പ്രോത്രോംബിൻ. ഇത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. 80ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ബി ലിപ്പേസ് ആണ്. ഈ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് സലൈവറി അമിലേസ്. ഇതെന്താ ചെയ്യുന്നത്? ഇത് വായിൽ വെച്ച് ഗ്ലൂക്കോസിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നുണ്ട്. ആമാശയ രസത്തിലെ എൻസൈമാണ് പെപ്സിൻ. ഇത് പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്നുണ്ട്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ഇത് കൊഴുപ്പിൻ്റെ മുകളിലാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് ആണ് ആഗ്നേയരസം. ആഗ്നേയരസത്തിലെ 3 എൻസൈമുകളും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ട്രിപ്സിനാണ്. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നുണ്ട്. പാൻക്രിയാറ്റിക് അമിലേസോ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസോ കൊഴുപ്പിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡുമാക്കി മാറ്റുന്നു. ആന്ത്രരസം ഉൽപ്പാദിപ്പിക്കുന്നത് ചെറുകുടലിലാണ്. ആന്ത്രരസത്തിലുള്ള എൻസൈമാണ് പെപ്റ്റിഡേസ്. പെപ്റ്റിഡേസ് ആണ് പെപ്റ്റൈഡിനെ അമിനോ ആസിഡാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലെ 80 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള എല്ലാ പാർട്ടും എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്